ഹലോ നമസ്കാരം. ചെറിയ സ്പേസിൽ വീട് വയ്ക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. 1200 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലല്ല, ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ പോലെ തിരക്കേറിയിട്ടുള്ള ഒരു നഗരത്തിൽ ഒരു ഹോംലി ഫീൽ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ടൊരു നിയോ ക്ലാസിക്കൽ തീമിൽ ചെയ്തിട്ടുള്ള വീടാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എലവേഷനൊക്കെ എല്ലാവർക്കും കോമൺ ആണ്. കോമൺ കോറിഡോർ ആണ് വരുന്നത്. ഡോറ് തുറന്ന് വീടിനകത്തേക്ക് വരുമ്പോഴാണ് അത് നമ്മുടെ മാത്രം സ്പേസ് ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ഈ വീടിനകത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം എന്ന് പറയുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യിച്ചിരിക്കുന്ന ഒരു സോഫ സെറ്റാണ് ലിവിങ് റൂമിൽ നൽകിയിരിക്കുന്നത്. എൽ ഷേപ്പിലുള്ള സോഫയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ നല്ലൊരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. നിയോ ക്ലാസിക്കൽ തീം ആയതുകൊണ്ട് തന്നെ വാളിലൊക്കെ വാൾ മോൾഡിങ്സ് നൽകിയിരിക്കുന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് POP യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മോൾഡിങ്ങുകളൊക്കെ ഇവിടെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വൈറ്റ് തീമിലാണ് TV യൂണിറ്റിൻ്റെ ആ ഒരു സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ക്രീം പ്ലസ് വൈറ്റ് ആൻഡ് ഗോൾഡ് തീമാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം നമുക്കൊരു നിയോ ക്ലാസിക്കൽ ടച്ചും അതേസമയം നമുക്കൊരു മോഡേൺ ഫീലും കൂടെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണം കാണണമെങ്കിൽ നമ്മൾ നേരെ സീലിങ്ങിലേക്ക് നോക്കിയാൽ മതി. ഈ വീടിൻ്റെ സീലിങ്ങിൻ്റെ ഓവറോൾ ഡിസൈൻ ഒരു ക്ലാസിക്കൽ സ്റ്റൈലിലാണെങ്കിലും നടുവിൽ ഒരു ഗോൾഡൻ ബീഡിങ്ങും ഒരു ഗോൾഡൻ ഫിനിഷ് വരുന്ന ഹാങ്ങിങ് ലൈറ്റൊക്കെ വരുന്ന സമയത്ത് ഒരു ലക്ഷറി സീലിങ്ങിലേക്ക് മാറ്റിയെടുക്കാൻ ഇതിൻ്റെ ആർക്കിടെക്ട്സിന് സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് ഉണ്ട്. അത് പറയാതെ പോകാൻ വയ്യ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബ്ലാക്ക് ഫിനിഷിൽ ബ്ലാക്ക് ടിൻറ്റഡ് ഗ്ലാസ്, ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ അകത്തേക്കുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കാണാം. ആ പാത്രങ്ങളിൽ പോലും ആ ഒരു വാം ലൈറ്റൊക്കെ വരുമ്പം ഒരു ഗോൾഡൻ ഫീൽ ഇങ്ങനെ തിളങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ചെറിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു പാസേജ് സ്പേസ് ആണ് വരുന്നത്. ആ പാസേജ് സ്പേസിൽ ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട്. അതിൽ വൈറ്റ് ആൻഡ് ഗോൾഡ് തീമിലാണ് വാഷ് ബേസിൻ. ഗോൾഡ് തീമിലെ ടാപ്പ് വരുന്നു. മിററിൽ ഇതേപോലെ 2 ഭാഗത്തും പ്രൊഫൈൽ ലൈറ്റിംഗ് നൽകി അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡെക്കോർ ഐറ്റംസ് ഒക്കെ വളരെ മിനിമമായിട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ വളരെ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റുകളാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ നേരെ ഈ ഭാഗത്ത് ഡൈനിങ് സ്പേസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഹസ്ബൻഡ്, വൈഫ്, 2 മക്കളുണ്ടെങ്കിൽ 2 കുഞ്ഞുങ്ങളും കൂടി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മൈക്രോ ഫാമിലിക്ക് വേണ്ട സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഗോൾഡൻ ബീഡിങ്ങും കൊടുത്ത് മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫ്രിഡ്ജ് കാണുന്നത് കിച്ചണിലല്ലേ. ഇവിടെ ഫ്രിഡ്ജ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. കിച്ചണിൽ നമ്മൾ ഫ്രിഡ്ജ് കൂടെ പ്ലേസ് ചെയ്താൽ കിച്ചൺ ഇനിയും ചെറുതായി പോകും. അതുകൊണ്ട് നേരെ ഫ്രിഡ്ജ് എടുത്തിട്ട് നമ്മൾ ഈ ഡൈനിങ് സ്പേസിൽ കൊടുത്തു. ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഒരു ഫോട്ടോ ഫ്രെയിമും കൊളാഷൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആക്കി മാറ്റി. ഇവിടെ നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ടും മാറ്റി. അപ്പോൾ നമുക്ക് കുറേ അധികം പർപ്പസുകൾ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഫുൾ ഹൈറ്റിലാട്ടോ കർട്ടൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഷിയറും അതേപോലെ ബ്ലാക്ക് ഔട്ടും 2 ലെയർ ആയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. ഒരു ചെറിയ സ്പേസ് എന്ന് പറയുമ്പം ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് വെറും 1200 സ്ക്വയർ ഫീറ്റ് മാത്രമാണ്. അതിൽ 3 ബെഡ്റൂം ഉണ്ട്. ഇതേപോലെ ഒരു കിച്ചൺ ഉണ്ട്. ഒരു ക്ലാസിക്കൽ സ്റ്റൈലിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ WPCയിൽ PU പെയിൻറ് ചെയ്തിട്ടാണ് കിച്ചൻ്റെ ഷട്ടർ ഫിനിഷുകളൊക്കെ നൽകിയിരിക്കുന്നത്. മുകളിലും PU പെയിൻ്റ് ആണ്. ആ ഒരു പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നത് PU പെയിൻറ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഹാൻഡിൽസ് ഒക്കെ ക്ലാസിക് ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അടിയിലത്തെ കബോർഡ്സിൻ്റെ ഹാൻഡിൽസ് ആണെങ്കിലും ഇതേപോലെ ക്ലാസിക് ഹാൻഡിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ കാണുന്നത് പോലെ ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വാളിലൊക്കെ വാൾ മോൾഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രിന്റഡ് വാൾപേപ്പറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പ്രിന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഫോട്ടോ ആണെങ്കിൽ ഇവിടെ പ്രിന്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതേപോലെയുള്ള ടെക്സ്ചേഴ്സ്, നല്ല സീനറീസ് ഒക്കെ പ്രിന്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഈ ഒരു പാസേജ് സ്പേസിൻ്റെ ഒരു ഭാഗത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു പൂജാ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, അതിമനോഹരമായിട്ടുള്ള ഒരു പൂജാ സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതേപോലെ മണികിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ രാവിലെ നമ്മൾ എണീക്കുമ്പം ആ ഒരു മോർണിംഗ് ഫ്രഷ്നെസ് കിട്ടുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഭാഗം ഇൻറ്റീരിയർ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ സ്പേസ് നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞാൽ സ്പേസ് ഇതേപോലെ ക്ലോസ് ചെയ്തിട്ട് കോമ്പാക്റ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റും. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ 3 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഇതാ ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇതാണ് ഇവിടുത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂം. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ ഒരു ക്യൂൻ സൈസ് കോട്ടാണ് നൽകിയിരിക്കുന്നത്. അതെല്ലാം ഇതേപോലെ കുഷൻ കവേർഡ് ആയിട്ട് ഫാബ്രിക് ചെയ്തിരിക്കുന്നതാണ്. വാളിലേക്ക് വരികയാണെങ്കിൽ വാളിൽ ഹൈലൈറ്റ് ആയി നൽകിയിരിക്കുന്നത് ഇതേപോലെയുള്ള പാനലിങ്, സെൻറ്ററിൽ വരുന്ന സമയത്ത് വാൾപേപ്പർ, ആ ഭാഗത്തൊരു ഹാങ്ങിങ് ലൈറ്റ്. നല്ല മനോഹരമായിട്ട് ചെറിയൊരു സ്പേസ് ആണെങ്കിലും അടിപൊളിയായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു വാർഡ്രോബാണ്. കുറച്ചുകൂടെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് ടേബിൾ, നമ്മുടെ വർക്ക് ഫ്രം ഹോം വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ടേബിളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാളിൽ ഇതേപോലെ ഒരു മിറർ കൂടെ കൊടുത്ത സമയത്ത് ആ ഒരു ഗോൾഡൻ എലമെൻറ്റ് കൂടെ ഈ ഒരു ബെഡ്റൂമിലേക്ക് നൽകാൻ സാധിച്ചു. സൈഡ് ടേബിളിൻ്റെ ഡിസൈൻ നോക്കൂ, നമ്മൾ അലമാരക്ക് കൊടുത്ത അതേ കളർ തന്നെ സൈഡ് ടേബിളിന് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് സൈഡ് ടേബിളിന് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വളരെ ചെറിയ സ്പേസിലാണ് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇവിടെയാണ് സെക്കൻഡ് ബെഡ്റൂം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു സെക്കൻഡ് ബെഡ്റൂം, അതിൽ തന്നെ ക്യൂൻ സൈസ് വരുന്നൊരു ബെഡ്, ഹെഡ് ബോർഡുകളൊക്കെ ഇതേപോലെ കുഷൻ കവേർഡ് ആയിട്ടാണ് വരുന്നത്. അപ്ഹോൾസ്ട്രി വർക്കുകളിലാണ് ഇത്തരത്തിൽ കുഷൻ കവർ ചെയ്യുന്നത് നമ്മൾ വിളിക്കുക. നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റ് സെറ്റാട്ടോ. കംഫർട്ടറും ബെഡ്ഷീറ്റും ഒക്കെ നല്ല ഭംഗിയുള്ള ഫിനിഷാണ് ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ വാളിലേക്ക് വരികയാണെങ്കിൽ അവിടെ കർട്ടൻ ഫുൾ ഹൈറ്റിൽ നൽകിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വാർഡ്രോബ് ഉണ്ട്. ആ ഒരു നിയോ ക്ലാസിക്കൽ ഷട്ടർ സ്റ്റൈലിൽ വരുന്ന വാർഡ്രോബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിലിന് ആ ഒരു ഗോൾഡ് കൊണ്ടുവന്നിരിക്കുന്നു. നേരെ നമ്മൾ ആ സൈഡ് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിലും അവിടെയും ഇതേപോലെ ഈ സെയിം തീമിലുള്ള കളർ പാറ്റേൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിലിന് ആ ഒരു ഗോൾഡ് ഫീല് കൊണ്ടുവന്ന സമയത്ത് നല്ലൊരു ലക്ഷറി ആക്കി മാറ്റാൻ ഇതിൻ്റെ ആർക്കിടെക്ട്സിന് സാധിച്ചിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റും കംഫർട്ടൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു കളർ തീം. വാളിൽ ഇതേപോലെ വാൾ മോൾഡിങ്, വാൾ ഫ്രെയിമുകൾ കൊടുത്തിരിക്കുന്നു. നേരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള വാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ, അതിൽ നല്ല ഭംഗിയുള്ള 2 ഗോൾഡൻ ബീഡിങ്സും ഒരു ഗോൾഡൻ ടൈപ്പിൽ വരുന്ന ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ ഡിസൈൻ നോക്കുക, ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവാത്ത നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വാർഡ്രോബിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാൽക്കണി കൂടെ നൽകിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലെ കേർട്ടൻസ് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ കൊടുത്തിരിക്കുന്നു. UPVC ആണ് സ്ലൈഡിംഗ് ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബാൽക്കണി സ്പേസിലേക്ക് വരാൻ പറ്റും. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയിട്ടുണ്ട്, അടിപൊളി വ്യൂ ആണ്. ഇവിടുത്തെ പൂൾ ഏരിയ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയയിലേക്കാണ് ബാൽക്കണി ഓപ്പൺ ആയിട്ട് വരുന്നത്. ബാൽക്കണിയിൽ ഇതേപോലെ ഒരു സ്വിംഗ് ചെയർ നൽകിയിരിക്കുന്നു, ഒരു ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു വേർട്ടിക്കൽ ഗാർഡൻ ഓപ്പോസിറ്റ് വാളിൽ നൽകിയിരിക്കുന്നു. ഇത് ഇവിടുത്തെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. 2 ബെഡ്റൂമുകൾക്ക് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ താമസിക്കുന്ന സന്ദീപ് ആൻഡ് ഫാമിലിയാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. അവരുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വെൽക്കം ടു മൈ ബെറ്റർ ഹോം. താങ്ക്സ് റഫി. നാട്ടിൽ കോഴിക്കോടാണ്. നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ. കോഴിക്കോട് നിന്ന് നേരെ ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെ സെറ്റിൽ ആയിരിക്കുകയാണ്. മൊത്തം ഫാമിലിയും കൂടെ ഉണ്ട്. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തും. ഇത് അച്ഛൻ, അമ്മ, ഇതെൻ്റെ സിസ്റ്ററുടെ മോളാണ്. ശരി. പേരെന്താ? ശൃംഗ. ഓക്കെ. അപ്പോൾ ഈ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ എന്താണെന്നുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്യാം. സോ ഞാൻ ബാംഗ്ലൂർ ആക്ച്വലി വേറെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു ഇൻറ്റീരിയറൊക്കെ. പക്ഷെ എനിക്കും ഫസ്റ്റ് ഓഫ് ഓൾ മെയിനായിട്ട് വേണ്ടിയിരുന്നത് ഒരു ട്രെൻഡ് ഔട്ട് ആവാത്തൊരു ഡിസൈൻ. സോ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ നോക്കിയപ്പം ആക്ച്വലി നിങ്ങളെ ചാനൽ മൈ ബെറ്റർ ഹോമിലാണ് ഫസ്റ്റ് ഞാനൊരു നിയോ ക്ലാസിക്കൽ എന്താണെന്ന് തന്നെ മനസ്സിലാക്കിയത്. അപ്പം ധനീഷിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് കണ്ടു. അപ്പോൾ ആ റെഫറൻസിലാണ് ഞാൻ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് സംതിങ് ഒരു ട്രെൻഡ് ഔട്ട് ആവാത്തൊരു സംഭവം വേണമായിരുന്നു, അതെനിക്ക് കിട്ടി. യെസ്. ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്ന സമയത്താണെങ്കിലും അവരുമായിട്ട് നിങ്ങളുടെ പ്ലാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണെങ്കിലും പൊതുവേ ആർക്കിടെക്ട്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഒരു എന്താണ് അവരുടെ ഒരു പെരുമാറ്റം, ബിഹേവിയർ? ഐ മീൻ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതുവരെ അവർ സെപ്പറേറ്റ് ഒരു ആൾക്കാരാണെന്ന് തോന്നിയിട്ടേ ഇല്ല. അവന് വളരെ ഒരു ഹോംലി ഫീലിംഗ് ആയിരുന്നു. എല്ലാത്തിനും വളരെ ഹെൽപ്പ്. പ്രത്യേകിച്ച് ധനീഷിൻ്റെ ടീം, എൻ്റെ ഇത് മൊത്തം നോക്കിയിരുന്നത് ഫഹദ്, പിന്നെ ഫയാസ് ഡിസൈനർ, വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ ട്രാവൽ ചെയ്തിട്ട് ഇവിടുന്ന് ഇതൊക്കെ നോക്കുമെന്ന് പറഞ്ഞാൽ അത്ര ഒരു ചെറിയൊരു കാര്യമല്ല. അപ്പം അവർ എവറി 2 വീക്സ് അവർ വിസിറ്റ് ചെയ്തിട്ട് അവർ നോക്കുമായിരുന്നു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ വിളിച്ചാലും അവർ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ നന്നായിരുന്നു. വളരെ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. യെസ്. വളരെ. അമ്മയ്ക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ? ചെയ്തു വന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു. അച്ഛനെന്ത് പറയാൻ? അടിപൊളിയാണോ? വളരെ ഇഷ്ടമായി. ഇതും ചെയ്യുന്ന സമയത്ത് ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ വരും, നോക്കും, എല്ലാം ചെയ്യും. ഞങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യും, അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. എല്ലാം കൂടി
മൊത്തത്തിൽ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. യെസ്. അച്ഛൻ മുമ്പ് ആർമിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അല്ലേ? അതെ, അതെ. ഓക്കെ, താങ്ക് യു. എന്തായാലും സന്തോഷത്തോടെ വീട്ടിൽ താമസിക്കാനുണ്ടാവട്ടെ. സർവേശ്വരൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും താങ്ക് യു റാഫി, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടാം. എൻ്റെ കൂടെ ഉള്ളത് ആർക്കിടെക്ട് ദാനിഷ് അജ്മലാണ്. ഈ ഒരു എംറ്റി ആയിട്ടുള്ള ഈ ഒരു സ്പേസിനെ ഇതേപോലെ മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആക്കി മാറ്റിയെടുത്തത് ഇവരുടെ ടീമാണ്. കാലിക്കറ്റ് ആണ് ഓഫീസ് വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ, കർണാടക സ്റ്റേറ്റിലാണ്. ഇപ്പം സൗത്ത് ഇന്ത്യ ഫുള്ള് ഇപ്പം വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, എവിടെ വേണമെങ്കിലും ആളുകൾക്ക് നിങ്ങളുടെ സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ബാംഗ്ലൂർ ഫസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് എടുത്താണ്. സോ നമ്മൾ ഓൾ കേരള ആയിരുന്നു ചെയ്യാറുള്ളത്. അപ്പം ബാംഗ്ലൂർ നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യാന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് അപ്പം മാക്സിമം നമ്മൾ അതിൻ്റെ എഫേർട്ട് എടുക്കുകയും അതിൽ നമ്മൾ മാക്സിമം കോൺട്രിബ്യൂഷൻ കൊടുക്കുകയും അപ്പോൾ ക്ലയൻറ്റ് 100% ഹാപ്പി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ ഓഡിയൻസിലാണെങ്കിൽ തന്നെ ബാംഗ്ലൂരിൽ ഒത്തിരി മലയാളീസ് ഈ പ്രൊജക്റ്റും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നമ്മൾ മുമ്പ് ചെയ്തൊരു വീഡിയോ കണ്ടിട്ട് അവർ റെഫറൽ ആയിട്ട് വിളിച്ചതാണ്. ഓക്കെ, അപ്പോൾ എഗെയിൻ നിങ്ങളെ കൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാനും ഹാപ്പിയാണ്. യെസ്. അപ്പോൾ ഈ പുള്ളിക്കാരനെ നിങ്ങൾ മുന്നേ നമ്മുടെ ഒരു വീഡിയോയിൽ കണ്ട് പല ആളുകൾക്കും പരിചയം ഉണ്ടാവും. നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അന്നും ഇതേപോലെ ഡാനിഷിൻ്റെ വർക്കായിരുന്നു നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഈ പ്രൊജക്റ്റിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുള്ളത്? ഏകദേശം ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള, അതായത് ബാംഗ്ലൂർ അറിയാലോ, ഒരു കോമ്പാക്ട് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ആണ് അധികം ഉണ്ടാവുക. അപ്പോൾ അതിലൊരു ഇവിടെ കോമൺലി ബാംഗ്ലൂർ ഒരു യൂഷ്വൽ ഒരു വുഡൻ കളർ തീമിലൊക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു കണ്ടംപററി ഇന്റീരിയേഴ്സ് ആണ് ഉണ്ടാവുക. ഫുള്ള് വുഡ് ലാമിനേറ്റ്സ് അല്ലേ? അപ്പൊ ഇത് ഈ റിപ്പീറ്റഡ് ഡിസൈൻ ക്ലയന്റിന് വേണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മുടെ ഡിസൈൻസ് നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ അന്ന് ചെയ്ത വീഡിയോ ഒക്കെ ഒരു ന്യൂ ക്ലാസിക് ടൈപ്പിലുള്ള ഡിസൈൻ ആയിരുന്നു. സോ അത് കണ്ട് ഇംപ്രസ്ഡ് ആയിട്ടാണ് അവർ നമ്മളെ വിളിച്ചതും നമ്മൾ ഇവിടെ ഈ ഒരു പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ശരി, ഇപ്പൊ ഇവിടെ ഈ കർണാടകയിൽ വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ആളുകൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വർക്കേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ലായ്മ. ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളുടെ സർവീസ് കിട്ടുക എന്നുള്ളത് അവരുടെ മെയിൻ കൺസേൺ ആണ്. ഇതൊക്കെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്തത്? ഇവർക്ക് ഇവിടെ ബാംഗ്ലൂർ അറിയാമല്ലോ, ഇന്റീരിയേഴ്സ് അത്രയും പേരുണ്ട്. അപ്പൊ ഇവര് തന്നെ വേറെ ഒരുപാട് ഇന്റീരിയേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവര് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി കാലിക്കറ്റ് എന്നുള്ള കേരള ആണെങ്കിൽ കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ്. പിന്നെ നമ്മുടെ ഡിസൈനോ രണ്ടാമത്തെ കാര്യം. പിന്നെ അവർക്ക് കുറച്ചും കൂടി ട്രസ്റ്റ്, വിശ്വസിക്കാനും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊജക്ട്സ് അവർ ഒരുപാട് കണ്ടു. നിങ്ങളുടെ വീഡിയോ മാത്രമല്ല അല്ലാത്ത പ്രൊജക്ട്സ് കണ്ടു. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ട്രസ്റ്റ്ഫുൾ ആയതുകൊണ്ടാണ് അവർ നമ്മളെ ഏൽപ്പിച്ചത്. മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ ഇവിടുന്ന് തന്നെ ഇത് കംപ്ലീറ്റ്ലി ആക്ച്വലി WPC അത്രത്തോളം അവൈലബിൾ അല്ല. ചില ബ്രാൻഡൊക്കെ അവൈലബിൾ ആണ് ഇവിടെ ഈ ഒരു റീജിയനിൽ. അപ്പോൾ നമ്മൾ അവിടുന്ന് കാലിക്കറ്റിൽ നിന്ന് പാർസൽ ചെയ്യാണ് കേരളത്തിൽ നിന്ന് നേരെ WPC വർക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഈവൻ കർട്ടൻസ് പോലും നമ്മൾ ഇവിടെ നിന്നല്ല, നമ്മൾ കാലിക്കറ്റിൽ നിന്ന് ചെയ്തിട്ട് ആണ് എക്സിക്യൂട്ട്. നിങ്ങളെ കയ്യിൽ ഈ പ്രൊജക്ട് കിട്ടുമ്പോൾ ഈ പ്രൊജക്ടിന്റെ സ്റ്റേജ് എന്തായിരുന്നു? ഫ്ലോറിംഗ് കഴിഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒരു സ്റ്റേജിലായിരുന്നു. പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ കോൺട്യൂട്ടിംഗിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ആവശ്യമുണ്ടായിരുന്നു. ലൈറ്റ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തതാണ്. ശരി, വോൾ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പം ആ ക്ലാസിക് ടച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സോ അങ്ങനത്തെ കുറച്ച് ഡിസൈൻ എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തു. ശരി, അപ്പോൾ ഇതേപോലെ ഒരു പ്രൊജക്ട് ഒരാൾ വരികയാണ്, അവരുടെ കയ്യിൽ ഇതേപോലെ സെമി ഫർണിഷ്ഡ് അല്ലെങ്കിൽ അൺഫർണിഷ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്, ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വീട് തന്നെ ആയിക്കോട്ടെ, ചെറിയ സ്പേസിലുള്ള വീട് വേണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു നിയോ ക്ലാസിക്കൽ ആണ് വേണ്ടതെങ്കിൽ അതിമനോഹരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. തീർച്ചയായും ചെയ്യാൻ പറ്റും. എന്തൊക്കെ സർവീസുകളാണ് നിങ്ങളുടെ? നമ്മൾ ആർക്കിടെക്ചർ ഡിസൈനിങ്ങും ഇന്റീരിയർ ഡിസൈനിങ്ങും ഇന്റീരിയർ എക്സിക്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഡിസൈൻ മാത്രമല്ല ഫുള്ള് വർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ്. ഇവിടെ നമ്മൾ ഇന്റീരിയർ ഡിസൈനിങ്ങും നമ്മൾ തന്നെയാണ് ചെയ്തത്, അതിന്റെ എക്സിക്യൂഷൻ പാർട്ടും നമ്മൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. ചില പ്രൊജക്റ്റിൽ ഡിസൈനിങ്ങും കൺസൾട്ടേഷനും മാത്രമായിട്ട് ആവശ്യമുണ്ടാവും, അത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ആർക്കിടെക്ചർ ഡിസൈനിങ്ങും ഇന്റീരിയർ ഡിസൈനിങ്ങും അതിന്റെ കൺസൾട്ടേഷൻ മാത്രമാണ്, അങ്ങനെയും നമ്മൾ ചെയ്യും. സ്ഥാപനത്തിന്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ST ക്ലാവിയോ എന്നാണ് ഓഫീസിന്റെ ലൊക്കേഷൻ ഒക്കെ കാലിക്കറ്റ് നടക്കാവ് സെയിൽ ടാക്സ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഓഫീസ് ലൊക്കേഷൻ വരുന്നത്. യെസ്. അപ്പോൾ എന്തായാലും അതിമനോഹരമായിട്ടുള്ളൊരു വീടായിരുന്നു. നല്ലൊരു ക്ലയന്റുമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരുടെ ഒപ്പീനിയൻ എന്തായാലും ഞങ്ങൾ എടുക്കും, കാരണം ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ കുറിച്ച് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് തരുന്നത്. ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, കാരണം നമ്മൾ കാലിക്കറ്റിൽ നിന്നാണ്, നമ്മൾ ഒരുപാട് പ്രൊജക്ട്സ് ഒന്നും ബാംഗ്ലൂർ എടുത്തിട്ടില്ല, ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ്. സോ അതിൻ്റെതായ ചെറിയ ലിമിറ്റേഷൻസിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവർ നമ്മളോട് വളരെയധികം കോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട്. ഇപ്പൊ ഈ ബാംഗ്ലൂർ മാർക്കറ്റ് ഒക്കെ പഠിച്ചോ? ഇവിടുന്ന് എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ സാധനങ്ങൾ? ഇവിടുന്ന് നമ്മൾ അധികം മെറ്റീരിയൽസ് നമ്മൾ അവിടെ കേരളത്തിൽ തന്നെ സോഴ്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഏതാ ബെറ്റർ, നമ്മൾ ഇവിടുന്ന് എടുക്കുന്നതാണോ അവിടുന്ന് എടുക്കുന്നതാണോ? ഇവിടുന്ന് അവൈലബിൾ ആണെങ്കിൽ അതാണ്. പിന്നെ ചില ബ്രാൻഡ്സ്, ചില ക്വാളിറ്റി, കാരണം ഇവിടെ അധികം പേരും ക്വാളിറ്റി കൺസേൺ അല്ല ആളുകൾ അധികവും. പക്ഷെ നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മളൊരു മിനിമം ക്വാളിറ്റി ഡെലിവർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ WPC ആണ് ഇവിടെ പ്രൊജക്റ്റിൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ PU നമ്മൾ ICA എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ PU പെയിന്റ് ആണ് നമ്മുടെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ എന്താ പറയാ, നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ എക്സിക്യൂഷൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇവരുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തോട്ടെ, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണാം. ഇവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ്, ഇവർ ചെയ്തിരിക്കുന്ന മറ്റു വർക്കുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കാം അല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ